കൊച്ചിയിലെ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് എംഎൽഎക്ക് വീണ് പരിക്കേറ്റ സംഭവത്തിൽ പരിപാടിയുടെ സംഘാടകനായ മൃദംഗവിഷൻ എംഡി നികോഷ് കുമാർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഹാജരായത്. അതിനിടെ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിശദാംശങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, ഈ ഉമാ തോമസ് എംഎൽഎ സ്റ്റേജിൽ നിന്നും വീഴുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ് എത്രമാത്രം സൗകര്യമില്ലാതെയാണ് ആ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത് എന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉമാ തോമസ് എംഎൽഎ വീണതിന് പിന്നാലെ ഈ സംഘാടകർക്കെതിരെ ഈ മൃദംഗാവിഷൻ എന്ന ഈ പരിപാടി നൃത്ത പരിപാടി സംഘടിപ്പിച്ച പരിപാടിയുടെ സംഘാടകനായ ഈ മൃദംഗാവിഷൻ എംഡി, ആ കമ്പനിയുടെ സിഇഒ, അതുപോലെ തന്നെ ഈ സ്റ്റേജ് നിർമ്മിച്ച കരാറുകാരൻ, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ മുഴുവനായിട്ടുള്ള ഇവന്റ് മാനേജ് ചെയ്ത ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് എന്നീ ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് അന്ന് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ നികോഷ് കുമാർ, ഈ മൃദംഗാവിഷന്റെ MD ആയ നികോഷ് കുമാറും അതുപോലെ തന്നെ ഈ ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റിന്റെ MD ആയ കൃഷ്ണകുമാറും ഈ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയാണ് ചെയ്തത്. അങ്ങനെ ആ കോടതി ആ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ നികോഷ് കുമാറിനോട് ഇന്ന് ഹാജരാകാൻ കോടതി നിർദ്ദേശിക്കുകയാണ് ചെയ്തിരുന്നത്. ഇന്ന് 2 മണിക്ക് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത്. ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാമെന്ന് പോലീസിന് നിർദ്ദേശവും നൽകിയിരുന്നു. ഏതായാലും 2 മണിക്ക് തന്നെ നികോഷ് കുമാർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഹാജരായിട്ടുള്ളത് നേരത്തെ എടുത്ത ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളുള്ള കേസിലാണ്. അതായത് ഈ അപകടത്തിലെ അശ്രദ്ധ, അലംഭാവം അടക്കമുള്ള കാര്യങ്ങളിൽ ആദ്യം ഒരു കേസ് എടുത്തിട്ടുണ്ട്. ഏതായാലും അതിലാണ് ഹാജരായിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നലെ നികോഷ് കുമാർ അടക്കം 5 പേർക്കെതിരെ വീണ്ടും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ പരിപാടിയിലെ പണപ്പിരിവ് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വിശ്വാസവഞ്ചന കുറ്റം ചുമത്തി ജാമ്യമില്ലാ വകുപ്പാണത്. ആ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഏതായാലും ആ കേസിൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം. ഏതായാലും ജാമ്യമില്ലാത്ത വകുപ്പായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നടപടിക്ക് സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്ന് രാവിലെ ഈ ഉമാ തോമസ് എംഎൽഎ വീഴുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തേക്ക് വന്നത്. ശരി, ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.